ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഔഷധ ഗുണമുള്ള മുരിങ്ങ ഇലയുടെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മുരിങ്ങയില, ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗിലായിട്ടാണ് ഇവിടെ മുരിങ്ങയില കിട്ടാറുള്ളത്. ഇനി ആ ഇലകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാനായി എടുത്തിരിക്കുന്നത് 2 മുട്ട, 5 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി അരിഞ്ഞത്, 2 വെളുത്തുള്ളി അരിഞ്ഞത്, 1 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ കടുക് എന്നിവയാണ്. ഒരു പാന് ചൂടായപ്പോൾ അതിൽ 2 ചെറിയ സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇത്രയും 1/2 സ്പൂണ് കടുക് അതിലേക്ക് നമുക്ക് ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽ മുളക് കഷ്ണങ്ങളാക്കി അതിനോട് ചേർക്കാം. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്ന ആ ഉഴുന്ന് അതിനോടുകൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിനോട് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ആ ഗാർലിക്സും അരിഞ്ഞു വെച്ചത് അതിനോട് ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ഡ്രൈ ആകുമ്പോൾ ആ മുരിങ്ങ ഇല അതിനോട് ചേർക്കാം. ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് നേരം അത് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് നേരം അത് തുറന്ന് വെക്കാം. അതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രം. പിന്നെ കുറച്ച് മുളക് പൊടിയും അതിനോട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ 2 മുട്ടയുള്ളത് അതിൽ ഉടച്ചിട്ട് അതിനോട് ചേർത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഞാൻ ഇതിനോടുകൂടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തു, ഞാനത് കാണിക്കാൻ മറന്നുപോയി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു അല്പസമയത്തേക്ക് കൂടി നമുക്ക് അതൊന്ന് മൂടി വെക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയില തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് അതൊന്ന് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെൽ ഐക്കോൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ, സി യു സൂൺ.